പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിലും ഒരുമിച്ച് ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയുസ് തന്ന ദൈവത്തെ, ആരോഗ്യം തന്ന ദൈവത്തെ, ആമേൻ. പനിയുടെയൊക്കെ ബുദ്ധിമുട്ടാൽ കുടുംബമായി ഭാരപ്പെടുന്നുവെങ്കിലും ആമേൻ, ദൈവമേൽപ്പിച്ച ദൗത്യം, ആമേൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥ വഹിപ്പാൻ, ആമേൻ, ദൈവത്തെ അറിഞ്ഞ സമയം മുതൽ, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ആ സമയം മുതൽ ആമേൻ, പ്രാർത്ഥിക്കാതിരിക്കുവാൻ ആമേൻ കഴിയത്തില്ല. അത്രത്തോളം കർത്താവ് ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തി പരിപാലിച്ചു. ആമേൻ. ദൈവമേൽപ്പിച്ച ദൗത്യം അത് കൃത്യമായി ആമേൻ അത് ചെയ്യുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാഗ്യമൊരുക്കി. ആമേൻ. പകൽക്കാലവും വിചാരിച്ചു ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള ക്ഷീണമുണ്ടായിരുന്നു. എങ്കിലും വൈകുന്നേരത്തെ മീറ്റിങ്ങുകളെ കട്ട് ചെയ്തിട്ട് ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ ദൈവ മക്കളായ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിച്ച് ആമേൻ ഒരുമിച്ച് നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഏഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്ര ഐശ്വര്യം. ഏഴയാകുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹം എത്ര ഐശ്വര്യം. എൻ്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എൻ്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ എനിക്കായൊരു തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാനിനി. ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും ഇന്നെ മാത്രം ഞാനിനി സേവിക്കും. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എൻ്റെ പ്രാണനായകൻ യേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.
സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി എന്നല്ല കർത്താവിനെ ആമേൻ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത്, ആമേൻ, കർത്താവ് നമ്മളെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും ആമേൻ മതി വരത്തില്ല. അത്രത്തോളം സന്തോഷത്തെ നൽകിയ ദൈവം ലോകത്തിൽ നോക്കാവുന്ന ഒത്തിരി സംഭവങ്ങൾ നോക്കുമ്പോൾ, ഒത്തിരി ആമേൻ ആമേൻ പ്രശ്നങ്ങളെ നോക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന വിധങ്ങളെ ഓർത്ത്, ആമേൻ, കർത്താവ് നമ്മളെ കരുതി നടത്തിയ വിധങ്ങളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ആമേൻ. കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്ത് ആമേൻ നമ്മളെ നിർത്തിയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തെ അറിഞ്ഞ നമ്മൾ ആ ദൈവത്തിൻ്റെ വഴി വിട്ട് അകലുവാൻ കഴിയുമോ? ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ പട്ടുപോകേണ്ട സ്ഥാനത്ത് കുടുംബത്തിൻ്റെ പേരോ പെരുമയോ പ്രശംസയോ ആമേൻ ആമേൻ അഡ്രസ്സ് പോലും ഇല്ലാതിരിക്കേണ്ട സ്ഥാനത്ത് ആമേൻ ആ സ്നേഹം നൽകി നമ്മളെ കരുതിയ ആ നല്ല ദൈവത്തെ ആമേൻ ആമേൻ തലമുറകളെ തന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോൾ ആമേൻ അവിടെയൊന്നും മക്കളെ പോലും തകരുവാൻ അനുവദിക്കാതെ വണ്ണം, കുടുംബത്തിൻ്റെ അംഗങ്ങളിൽ ഒന്നുപോലും ചിതറാതെ വണ്ണം, വർദ്ധിപ്പിച്ചതല്ലാതെ ചിതറാതെ വണ്ണം നടത്തിയ, പരിപാലിച്ച, സൂക്ഷിച്ച ആ നല്ല കർത്താവിനെ ഇന്ന് പകലിലും സ്തുതിക്കാതിരിക്കുവാൻ കഴിയുമോ? യാത്രകളിലായിരുന്നു നമ്മുടെ തലമുറകൾ. ആമേൻ ആമേൻ. ഭർത്താവ്, ആമേൻ, ഹല്ലേലൂയ, സഹോദരന്മാർ, സഹോദരിമാർ, ആമേൻ, അവരുടെ തൊഴിലിടങ്ങൾ, ആമേൻ, സാമ്പത്തിക മേഖല, കുടുംബ ജീവിതം, വിദ്യാഭ്യാസം, ആമേൻ, ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്കകത്ത് ആമേൻ ഇറങ്ങി വന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ആ നല്ല കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ആമേൻ. രോഗം വന്നു, വീഴ്ത്തിക്കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കി, തകർത്ത് കളയുവാൻ ആമേൻ പിശാച് പദ്ധതി ഒരുക്കിയപ്പോഴും ആമേൻ ഒരു റൂമിനുള്ളിൽ ഒതുക്കാതെ വണ്ണം, പ്രശ്നത്തിനകത്ത് നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വണ്ണം, നീ കടന്നുപോയ പ്രശ്നങ്ങൾക്കകത്ത് അനേകർ മദ്യക്കുപ്പികളിൽ ആശ്രയിച്ചപ്പോൾ, അനേകർ വിഷക്കുപ്പികളിൽ ആശ്രയിച്ചപ്പോൾ, അനേകർ കയറുകളിൽ ആശ്രയിച്ചപ്പോൾ, അനേകർ മെന്റൽ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചപ്പോൾ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഇന്ന് പകൽ ആമേൻ ഓർക്കാതിരിക്കുവാൻ കഴിയുമോ? ആ നല്ല കർത്താവിനെ സ്തുതിക്കണം കേട്ടോ. ദൈവം തരുന്ന ഓരോ നന്മകൾക്കും, ദൈവം തരുന്ന ഓരോ ആമേൻ വിടുതലുകൾക്കും ആമേൻ ചേർത്ത് പിടിച്ച് നന്ദിയുള്ളവരായിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇല്ലാത്തത് അതാ. ആമേൻ. ദൈവസന്നിധിയിൽ നന്ദിയില്ലാത്തവരാ ആമേൻ ഇന്ന് കൂടുതൽ പേരും. ആമേൻ ആമേൻ. ദൈവീത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ആമേൻ ദൈവമക്കളെ, ദൈവം തരുന്ന ആമേൻ ഒരു മുട്ടായിക്കും ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിനും ആമേൻ അവൻ തരുന്ന മൂക്കിൽ ഓടുവാൻ തരുന്ന ജീവശ്വാസത്തിനും ഓരോ മിനിറ്റിലും നീ കർത്താവിനെ സ്തുതിക്കണം. നീ ഇത് തന്നതിനായി സ്തോത്രം. വീണ്ടും ഒരു പ്രഭാതം എനിക്ക് തന്നതിനായി സ്തോത്രം. ഒരു രാത്രി നീ എനിക്ക് തന്നതിനായി സ്തോത്രം. ആമേൻ. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ആമേൻ നമ്മുടെ യോഗ്യത ഒന്നുമല്ല നമ്മളായിരിക്കുന്നത്. ആമേൻ. നടത്തുന്നത് സ്വർഗത്തിലെ അപ്പന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടത്തുന്നത് സ്വർഗത്തിലെ അപ്പന. ഹല്ലേലൂയ. ആമേൻ. ആ നടത്തുന്ന വിധങ്ങളെ ആമേൻ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നന്മകൾ കിട്ടി, അനുഗ്രഹങ്ങൾ കിട്ടി, ആയുസ്സും ആരോഗ്യവും ഉയർച്ചകളും പദവികളും എല്ലാം കിട്ടുമ്പോൾ ആമേൻ നടത്തിയ ദൈവത്തെ അങ്ങ് മറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. ആമേൻ. ഞാൻ നിങ്ങളെ കീറിക്കടയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. ദൈവത്തെ മറന്നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കി പിന്മാറിയിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ എനിക്കറിയത്തില്ല, ഏതോ ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് വ്യക്തമായൊരു ദൂത് പറയുന്നു. ആമേൻ. ഒരു പിശാച് ഒഴിഞ്ഞു മാറിയിട്ടാ നീ പെട്ടകത്തിനകത്ത് കയറിയത്, ദൈവത്തെ അറിഞ്ഞത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. ആ വിഷയം സംബന്ധിച്ച് 7 മടങ്ങ് പൈശാചിക ശക്തി വർദ്ധിച്ച് നിന്റെ കുടുംബത്തിനകത്ത് പിശാച് കയറിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞോ സ്നാനപ്പെട്ട കുടുംബമേ, ആമേൻ, ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ആസ്തിവാരങ്ങളെ തോണ്ടുവാൻ പിശാച് കയറിയത് നീ തിരിച്ചറിഞ്ഞോ? നിന്റെ തലമുറകളുടെ മേൽ, ആമേൻ, നിന്റെ തലമുറകളുടെ മേൽ ജൂഡബബ ശംദന അത്തനക ശിയാന്തന. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ വ്യക്തമായി ഒന്നിലധികം കുടുംബങ്ങളോട് വ്യക്തമായി ദൂത് പറയുന്നു.
നീ ദൈവത്തെ അറിഞ്ഞത്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയത് നിന്റെ തലമുറ മുഖാന്തരമാ. പക്ഷേ ആമേൻ, സന്തോഷം വന്നപ്പോൾ, ഒരല്പ സുഖം കിട്ടിയപ്പോൾ, ഒരല്പം തണുപ്പ് കിട്ടിയപ്പോൾ, ആമേൻ ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, ആമേൻ, നീ വിചാരിക്കുന്നത് നീ ഒരു സേഫ് സോണിലാണെന്ന്. അല്ല, അല്ലേ അല്ല, നീ ഒരു സേഫ് സോണിലല്ല. 10 മടങ്ങ് ബാധയോടുകൂടെ, 10 മടങ്ങ് ബാധയോടുകൂടെ നിന്റെ കുടുംബത്തിന്റെ പടകിനെ തകർക്കുവാൻ, ആമേൻ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെയും പേരിനെയും കുടുംബത്തെയും, ആമേൻ, ഭാവിയെ തകർക്കുവാൻ പിശാച് കയറി വന്നിട്ടുണ്ട്. ആമേൻ, ഒന്ന് പോയാൽ അടുത്തു വരുന്നത് 7 മടങ്ങ് ശക്തിയുള്ള 7 എണ്ണത്തിനെയും കൂട്ടിയ തിരിച്ചറിഞ്ഞു. ദൈവ കൽപ്പന അനുസരിച്ച സഭയെ, ദൈവ കൽപ്പന അനുസരിച്ച് കടന്നു പോകുന്ന ആമേൻ തലമുറയെ, മാതാപിതാക്കളെ, നിന്റെ തലമുറയുടെ അധപ്പതന ആമേൻ നീ തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ മുട്ടുമടക്കുമെങ്കിൽ ചൂടാബാബ ശംതന ഹടകശിയാംതന അത്തന ഘടക ശംതനാരകൾ കടകശി. എനിക്കറിയത്തില്ല ഒരു പെൺ തലമുറയെ ദുർമരണത്തിലോട്ട് കൊണ്ടുപോകുവാൻ ചൂടാബ ശംതന അത്തനക ശിയാംതന വൈഡമന. സഭ ഇന്ന് പകൽ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചൂടാബ ഹതനക ശിയാംതന വൈഡമന ഹതനകടകശി. 21 വയസ്സിനിടയിൽ പ്രായമുള്ള ആമേൻ ദൈവകൽപ്പന അനുസരിച്ച് തലമുറയെ നോട്ടമിടുവാൻ പിശാച് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, മുട്ടുമടക്കിയത് ആ തലമുറയ്ക്ക് വേണ്ടിയാ. പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു, 7 മടങ്ങ് പൈശാചിക ബന്ധനത്താൽ കുരുങ്ങി കുടുംബത്തിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി, ആമേൻ, അവളുടെ യൗവനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പൈശാചിക ബന്ധനം ഇന്ന് പകൽ ഈ ശബ്ദം നിന്റെ കുടുംബം കേൾക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോ, മാനസാന്തരപ്പെട്ടോ. നീ ഏതിൽ നിന്ന് വീണു എന്ന് തിരിച്ചറിഞ്ഞ് ചൂടബാബ ശംധന ഹടകശിയ അർത്ഥന രഗാലഘടക ശംധന ഘടകശി ദീപൽ പ്രൗഢവന അർത്ഥനകശിയാംധന വൈഡമന ഘടകശി. അമ്മ തിരിച്ചറിഞ്ഞ് പുറത്തു വരുമെങ്കിൽ ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന്, ഒരു വലിയൊരു പ്രതികൂലത്തിൽ നിന്ന് നിന്റെ കുടുംബത്തെ അവൻ പ്രൊട്ടക്ട് ചെയ്യുവാൻ പോകുകയോ. ജൂഡമന ഹതന ഘടകശി. നീ ശബ്ദം കേട്ടത് ഒരു ദൈവദാസന്റെയോ ദൈവദാസിയുടെ ശബ്ദമല്ല. നീ കേൾക്കേണ്ടത് ഉയരത്തിലെ അപ്പന്റെ ശബ്ദമാ. ചൂടബാബ ശംതന ഘടക ശിയാംതന. നിന്നെ വിളിച്ച വിളി എന്തെന്ന്, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം ആമൻ ഒരുക്കിയ പദ്ധതി എന്തെന്ന് ചൂടബാബ ശംതന ഘടക ശിയാംതന വൈഡ പ്രൗഢമൻ. എനിക്കറിയത്തില്ല, വല്ലാത്തൊരു ആത്മഭാരം, ആമേൻ ഹല്ലേലൂയ, വല്ലാത്തൊരു ആത്മഭാരം എന്റെ ഉള്ളിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി, ആമേൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ആ ദൂത് നീ ഏറ്റെടുത്തോ. ജൂഡബ ഹന്തര ഘടക ശിയാംതന വൈഡ പ്രൗഢമന അത്തന ഘടക ശംധനാരകൾ ഘടകശി. നീ അറിയാതെ നിന്നെ ചതിച്ചു കൊണ്ടിരിക്കുന്ന തലമുറ വൈഡ റഘാല ഘടകശിയ വാക്കുകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നിന്നെ ചതിക്കുന്ന ഒരു തലമുറ ചൂടബാബ ശംധന ഘടകശി. ആമേൻ ഹല്ലേലൂയ. പിശാച് ബാധിച്ചവന്റെ ഉള്ളിനകത്ത് നിന്ന് നല്ലത് പുറത്തു വരത്തില്ല. ഇന്ന് പകലിൽ തിരിച്ചറിയുന്ന മാതാവേ, ആമേൻ, നീ ചെവി തുറന്ന് കേൾക്ക്, കണ്ണു തുറന്ന് നീ കണ്ടു നോക്ക്. ചൂടബാബ ശബ്ദന വൈഡന ഘടക ശിയാംധന ആൽഗൽ പ്രൗഢവന ദീപല ഘടക ശബ്ദന അർത്ഥന രഗൽ പ്രൗഢവന. എനിക്കറിയത്തില്ല, ദൂതിൽ നിന്ന് തന്നെ വിട്ടുമാറുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ആ കയ്പിനെ നീ എടുത്തു കളയുവാൻ ചൂടബാബ ശംധന വൈഡന ഘടക ശിയാംധന. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുവാൻ തയ്യാറാകുക. ആമേൻ ഹല്ലേലൂയ. ദൈവം എന്ത് വാഗ്ദത്തം നിന്റെ കുടുംബത്തോട് അരുളി ചെയ്തോ അതവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ ആ ദൂതിൽ നിന്ന് വിടുന്നില്ല. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഒരു ബാധ പോയാൽ, ആമേൻ, ദൈവത്തെ അറിഞ്ഞ നീ, സത്യത്തെ അറിഞ്ഞ നീ, വിടുതൽ പ്രാപിച്ച നീ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ഒന്ന് പോയാൽ പിന്നെ തെരഞ്ഞു പറക്കി വരുന്നത് 7 കൂട്ടിയ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നീ ഒരിക്കൽ നീ തകർത്തത് പക്ഷെ ഇന്ന് ബാധിച്ച് പുറത്തു വരുവാൻ കഴിയാതവണ് ഭവനത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. സ്വർഗത്തിലെ അപ്പൻ പറയുന്നു, ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ മനുഷ്യന്റെ മുമ്പിൽ കീഴടങ്ങിയില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുമെങ്കിൽ ജൂഡബാബ
ശംതനഘടകസി സഭ എഴുതിയിട്ടോ ഇതൂത് ആമേൻ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ആമേൻ അത് സഭയ്ക്കകത്ത് വരാതിരിപ്പാൻ ആമേൻ പ്രാർത്ഥിച്ചോ. ആമേൻ അത് സഭയ്ക്കകത്ത് വെളിപ്പെടാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാതിരിപ്പാൻ, നിന്റെ സഹോദരങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാതിരിപ്പാൻ ആമേൻ എഴുതിയിട്ടോ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറഞ്ഞത്. ആമേൻ ഹല്ലേലൂയ. തലമുറയുടെ വിഷയത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ മുട്ടുമടക്കി ആമേൻ ദൈവം ഒരു അല്പം പച്ചപ്പ് കൊടുത്തപ്പോൾ ആമേൻ ഹല്ലേലൂയ ചിതറിപ്പോയ അനുഭവത്തെ പരിശുദ്ധാത്മ വ്യക്തമായി കാണിക്കുക. ആമേൻ ഹല്ലേലൂയ. മനുഷ്യന്റെ മുമ്പിൽ കീഴ്പ്പെട്ടില്ലെങ്കിലും ആമേൻ നീ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ പരിശുദ്ധാത്മ വീണ്ടും വ്യക്തമായി ആമേൻ ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അത് ഏറ്റെടുക്കുമെങ്കിൽ ആമേൻ നിന്റെ തലമുറയുടെ ആ ഒരു അവസ്ഥ നീ കാണാതെ ദൈവം നിന്റെ തലമുറയുടെ ഉയർച്ച കണ്ട് നിന്നെ സന്തോഷിപ്പിക്കുന്നതിന് കാരണമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു ശാപമാണെന്ന്. ആമേൻ ഇത് ദൈവം തന്ന ദൂത. ആമേൻ ദൈവാത്മാവ് പറഞ്ഞ ആമേൻ ദൂത ഏറ്റെടുക്കുമെങ്കിൽ നീയും നിന്റെ തലമുറകളും ആമേൻ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ ആമേൻ ആമേൻ ലിസ്റ്റിൽ എഴുതപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഇന്ന് പകലിലും പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആമേൻ എക്സാമുകളൊക്കെ എഴുതുകേണ്ട പ്രിപ്പറേഷനിലും പ്രാർത്ഥനയിലും ഒക്കെയാണല്ലോ. ആമേൻ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകമായി സഭ പ്രാർത്ഥിക്കുക. ലൈവിൽ ആമേൻ ശബ്ദം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുക. പ്രത്യേക ആമേൻ +2 SLC എക്സാമുകൾ ആമേൻ ഡിഗ്രികളുടെ എക്സാമിന്റെ ദിവസങ്ങളാണ്. ആമേൻ പരീക്ഷ പേടികളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ആമേൻ എക്സാമിന്റെ ദിവസം അടുത്ത് വരുമ്പോൾ രോഗം അനുഭവിക്കുന്നവർ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകലിലും ആമേൻ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാകുന്നതിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം ആമേൻ 4-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം മുതൽ. ആമേൻ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം ആമേൻ അതിന്റെ 38-ാമത്തെ വാക്യം അവസാന ഭാഗം വായിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പറയുന്നു, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ആമേൻ ഒത്തിരി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആമേൻ. കർത്താവേ എൻ്റെ കുടുംബ ജീവിതം നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ? കർത്താവേ എൻ്റെ തലമുറകൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവേ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവേ എൻ്റെ ആത്മീക ജീവിതം കെട്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുടെ മധ്യേ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ സ്വർഗം ഇന്ന് പകലിൽ പറയുന്നു, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വലിയൊരു മറുപടി നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പകലായി. ആമേൻ. നീ നാളുകൾ കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത്, ഞങ്ങൾ ഈ തകർച്ചയുടെ അങ്ങേയറ്റ നാശത്തിന്റെ പടുകുഴിയിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണോ ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ ഹല്ലേലൂയ കരകയറാ കടലിൽ കിടന്ന് ആമേൻ താണു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. താണിരിക്കുവാൻ നിനക്കൊരു ദിവസം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഒരു ഉയർച്ചയിലേക്ക് വരുന്നൊരു ദിവസം നിന്റെ മുൻപിലുണ്ട്. ആമേൻ. ഇന്ന് താഴ്വരയാണെങ്കിൽ, ആമേൻ ഇന്ന് കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിൽ, ഇന്ന് ദുഃഖത്തിന്റെ താഴ്വരയാണെങ്കിൽ, ആമേൻ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുചെന്ന് ആമേൻ ആമേൻ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുചെന്ന് നിന്നെ ഉയർത്തിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ കഴിവുള്ള ഒരപ്പന്റെ സന്നിധിയിലാ നീ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൻ നിന്നോടൊന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ മാനിക്കാമെന്നും നിന്റെ തലമുറയെ മാനിക്കാമെന്നും നിനക്ക് ശ്രേഷ്ഠമായത് നൽകാമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് തലമുറ
മക്കളെ തന്നത് കർത്താവ്. ആമേൻ ഹല്ലേലൂയ. അത് ആൺമക്കളാണെന്നോ പെൺമക്കളാണെന്നൊരു ഭേദമില്ല. അത് തന്നത് മക്കളാണെങ്കിൽ ഭാവിക്കായി കരുതുന്നതും ആ അപ്പന. തലമുറകളുടെ ഭാവിയോർത്ത് കരയുന്ന മാതാപിതാക്കളെ, ആമേൻ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, ആമേൻ നിന്റെ കുടുംബത്തെ മാനിക്കുവാൻ, നിന്റെ കുടുംബത്തെ ശ്രേഷ്ഠമായി നടത്തുവാൻ ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു. ആമേൻ രാജ്യത്തിലേക്ക് കടന്നു പോകേണ്ട സ്കോർ കിട്ടാതെ വന്നു. ആമേൻ ഒത്തിരി പരാജയപ്പെട്ടായിരിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ആമേൻ നീ ചോദിക്കുന്നുണ്ട്, ഈ പരാജയമൊന്നും നീ കാണുന്നില്ലേ? ഈ തകർച്ചയൊന്നും നീ കാണുന്നില്ലേ കർത്താവേ? ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അധപ്പതനം കടക്കാർ കയറി വന്ന് ഞങ്ങളെ അസഹ്യപ്പെടുത്തുന്നത്, ഞങ്ങളെ വേദനിപ്പിക്കുന്നത്, ഞങ്ങളെ നിന്ദിക്കുന്നത് നീ കാണുന്നില്ലേ കർത്താവേ? ആമേൻ നിന്റെ നിലവിളിയുടെ ശബ്ദത്തിനെ ആമേൻ മുമ്പിലേക്ക് അവൻ ആകാശം ചായ്ച്ചിറങ്ങുവാൻ പോകുക. ജൂഡബബ ശബ്ദനഘടക ശിയാംദന അർദ്ധനാരകൾ പ്രൗഢമന. ആമേൻ കുടുംബം ഒരുമിച്ച് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, കുടുംബം ഒരുമിച്ച് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ ചില സാമ്പത്തിക വിഷയത്തിനകത്തുള്ള നീക്കുപോക്കുകളെ സ്വർഗം നിന്റെ കുടുംബത്തിന് വേണ്ടി ആമേൻ ചെയ്യുവാൻ പോവുകയാ. ചൂടബല ശംധന വൈഡമന ഹദനഘടകസി അബ്ധന വൈഡമന ദീപൽ പ്രൗഢ ശംധനാരകൾ ഘടകസി. ആമേൻ ഒത്തിരി നാളുകൾ കൊണ്ട് ചോദിക്കുന്നില്ലേ, ആമേൻ ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ? ആമേൻ ഞങ്ങളിങ്ങനെ തകർന്നു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയ ദൈവമക്കളെ, ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആമേൻ ഞാൻ നിങ്ങളോട് വ്യക്തമായി ദൂത് പറയട്ടെ. ആമേൻ ഈ ചോദ്യം ചോദിക്കുമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. നീ ജീവിച്ചിരിക്കുന്നത് തന്നെ, ആമേൻ നിന്റെ കുടുംബം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ ആമേൻ അവൻ വിചാരിച്ചതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വിചാരിച്ചതുകൊണ്ട്, കർത്താവ് ആമേൻ എന്നെയും നിങ്ങളെയും ഓർത്തത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഇത്രത്തോളം സന്തോഷത്തോടെ ആമേൻ ഇവിടെ ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ ഓർക്കാതിരുന്നെങ്കിൽ, അവൻ നമ്മളെ കരുതാതിരുന്നെങ്കിൽ എന്നേ നമ്മൾ പട്ടുപോയേനെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് പോലും ഇല്ലാതായേനെ. ആമേൻ നമ്മുടെ ഒരു പാരമ്പര്യം പോലും ആമേൻ ഇല്ലാതായേനെ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ആമേൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടകരം. പ്രൈസ് ദി ലോർഡ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മുടെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ ഉറപ്പിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കുവാൻ തയ്യാറാണോ? ആമേൻ. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ആമേൻ ആകുലപ്പെടേണ്ട കാര്യമില്ല. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആമേൻ ചോദിക്കേണ്ട കാര്യമില്ല. പിറുപിറുക്കേണ്ട കാര്യമില്ല. ആമേൻ നിന്റെ ആവശ്യങ്ങൾ നീ ആമേൻ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ, നിന്റെ സിഗ്നൽ മുകളിൽ കിട്ടുന്നതിന് മുമ്പേ, നിന്റെ ആമേൻ മെമ്മറിക്കകത്ത് ഓടുമ്പോൾ തന്നെ സ്വർഗം അത് കണ്ടിട്ടുണ്ട്. സ്വർഗം അവിടെ റിസൾട്ട് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നീ ഏത് വിഷയത്തിന്റെ മധ്യേ ഇന്ന് പകലിൽ ചിന്തിച്ചായിരിക്കുന്നു, കലങ്ങി മറിയുന്ന വിഷയങ്ങളുടെ മധ്യയായിരിക്കുന്നു, ആമേൻ നീ നശിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. നീ പറയുന്നതിന് മുമ്പേ ആമേൻ നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തെ സ്വർഗം മുകളിൽ ആ സിഗ്നൽ റിസീവ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ നിനക്ക് വേണ്ടി ഉത്തരം തരുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി മറുപടി നൽകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൂട്ടിക്കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവും ആമേൻ തന്റെ ശിഷ്യന്മാരും കൂടെ ഇതാ ഒരു ആമേൻ യാത്ര തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർ യാത്ര ആമേൻ ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് ആമേൻ സഞ്ചരിക്കുന്ന പടക് മാത്രമല്ല, ആമേൻ ദൈവ
ദൈവത്തിൻ്റെ വചനം എവിടെയുണ്ടോ അവിടെയൊക്കെ ഒത്തിരി ആമേൻ വ്യക്തികളും കൂടെ കാണും. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി ഇതാ യാത്ര തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. തന്നോടുകൂടെ ചെറു പടകുകളും ഉണ്ടായിരുന്നു. ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട, ആമേൻ ആമേൻ, ദൈവത്തിൻ്റെ ആമേൻ കരം പ്രവർത്തിക്കേണ്ട ആമേൻ സ്ഥാനമെത്തിയപ്പോൾ ദൈവം ആമേൻ അവിടെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൻ്റെ ആമേൻ വിവിധ മേഖലകൾക്കകത്ത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആമേൻ റൂട്ട് മാറുമ്പോൾ കർത്താവിന് അറിയാം എവിടെ പിടിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എവിടെയാണ് ആമേൻ കൊണ്ട് നിർത്തിയിട്ട് ചലിപ്പിക്കേണ്ടതെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ആമേൻ നന്നായിട്ടറിയാം. ആമേൻ. കടലിൽ നിന്ന് ആമേൻ അല്പം കൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ആമേൻ ഒരു തെര വന്നാൽ അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് വന്നാൽ ചാടിയെങ്കിലും രക്ഷപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സഞ്ചരിക്കുന്ന മധ്യേ ആമേൻ ഹല്ലേലൂയ ഞാൻ ചിന്തിക്കുന്നു, ആമേൻ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുവാനാണല്ലോ യേശുവും ശിഷ്യന്മാരും ആ പടകിൽ യാത്ര ചെയ്തത്. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. മറ്റു പടകുകൾക്കകത്ത് ആഞ്ഞടിക്കാത്ത കൊടുങ്കാറ്റും പെരുങ്കാറ്റും ആമേൻ യേശുവും ആമേൻ അല്പവിശ്വാസികളായ ശിഷ്യന്മാരും കൂടെയുണ്ടായിരുന്നു. ആ പടകിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ആമേൻ ശിഷ്യന്മാർക്കിടയിൽ അവിശ്വാസം ഉണ്ടായിരുന്നു. അവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയാ ആമേൻ ഞാനാകുന്നവൻ ഞാനാകുന്നു, കാറ്റിനെയും കടലിനെയും തിരമാലകളെയും ആമേൻ ശാസിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങളുടെ കൂടെയുള്ളവൻ ആമേൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവരാണെന്ന് ആമേൻ ഒരു തെളിവ് കൊടുക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ആ പടകിനകത്തൊരു ചലനമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. വളരെ സന്തോഷത്തോടുകൂടെ ആമേൻ യാത്ര തുടങ്ങിയത് ആമേൻ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. ആമേൻ നമ്മളെപ്പോലെ നമ്മൾ ഓരോ പ്രതീക്ഷകളുമായി ആമേൻ ഓരോ കാൽച്ചുവടുമായി പലതും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ബിസിനസ്സുകൾ ചെയ്തവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ചിട്ടികൾ നടത്തിയവരുണ്ട്, റിയൽ എസ്റ്റേറ്റുകൾ ചെയ്തവരുണ്ട്. ആമേൻ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചു. പക്ഷേ ആമേൻ ആമേൻ വലിയൊരു ബെനഫിറ്റ് പ്രതീക്ഷിച്ച് ഇറങ്ങി തിരിച്ചു. പക്ഷെ പകുതി വഴിയിലെത്തിയപ്പോൾ എവിടെയൊക്കെയോ അവിശ്വാസത്തിന്റെ വിത്തുകൾ, അവിശ്വാസത്തിന്റെ കണങ്ങൾ വിതയ്ക്കപ്പെട്ടു. ആമേൻ. ഇന്ന് ജീവിതം പരാജയപ്പെട്ടു. ആമേൻ ബിസിനസ്സും പോയി, റിയൽ എസ്റ്റേറ്റും പോയി, ചിട്ടിയും പൊട്ടി. ആമേൻ 8 നിലയിൽ പൊട്ടി. ആമേൻ കുടുംബങ്ങൾ തകർന്ന് പ്രശ്നത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ വിളിച്ചതെന്തിനാണെന്ന്, നിന്നോടവൻ പറഞ്ഞതെന്താണെന്നും തിരിച്ചറിയാതെ ആമേൻ ലോകത്തിന്റെ വഴിയിൽ പോയത് കാരണം ചിലതൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ കരയുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, തീരുമാനമെടുക്കുമെങ്കിൽ ഉടഞ്ഞു പോയതിനെ, പൊളിഞ്ഞു പോയ ചില ബിസിനസ്സുകളെ സ്വർഗം ഈ ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്യുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നീ സ്തോത്രം പറ. ആമേൻ. ജീവിതത്തിന്റെ എവിടെയൊക്കെയോ കാറ്റിനെ കണ്ടപ്പോൾ നീ പേടിച്ചു പോയി, തിരമാലയെ കണ്ടപ്പോൾ പേടിച്ചു പോയി, ആമേൻ പ്രതികൂലത്തെ കണ്ടപ്പോൾ നീ പേടിച്ചു പോയി. അയ്യോ ഞാൻ പട്ടുപോകും, അയ്യോ ഞാൻ ആമേൻ വീണു പോകും. ആമേൻ കൂടെയുള്ള അപ്പനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആമേൻ തയ്യാറാകുവാൻ നിനക്ക് മനസ്സുണ്ടായില്ല. ഇന്ന് പകൽ നിന്നൊരു കുടുംബത്തോടുള്ള ദൂത ആമേൻ പൊടി തട്ടി ആമേൻ ഉറങ്ങിക്കിടക്കുന്ന നിന്റെ കർത്താവിനെ ആമേൻ നീ കുറെ വർഷം കൊണ്ട് ആമേൻ സ്വർഗത്തിലെ അപ്പനെ കൂട്ടുപിടിച്ചിട്ട് നീ അവനെ ഉറക്കുന്ന അനുഭവത്തിലാക്കിയിരുന്നു. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഉറങ്ങുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ തയ്യാറായാൽ ജൂഡബബ ശംതന ഹടകശിയാംതന അൽഗപ്രൗഡവന ധീബലഘടകശി ആമേൻ കാറ്റുകൊണ്ട് പൊളിഞ്ഞുപോയ നിന്റെ തൊഴിലിനെ ആമേൻ ഹല്ലേലൂയ ചുഴലിക്കാറ്റും തിരമാലകളും കൊണ്ട് പൊളിഞ്ഞുപോയ നിന്റെ തൊഴിലിനെ, നിന്റെ വരുമാന മേഖലയെ മെച്ചപ്പെടുത്തി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നന്മ കിട്ടുമ്പോൾ ആമേൻ ഹല്ലേലൂയ പള്ളിയും വേണ്ട, പാതിരിയും വേണ്ട, ആമേൻ ദൈവവും വേണ്ട, നടത്തിയ വിധങ്ങളെ അങ്ങ് മറക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടങ്ങിയതൊരു ചെറിയ ബിസിനസ്, ആമേൻ ഒരു അല്പം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ആ പട്ടണത്തിലെ വലിയവൻ, ആമേൻ ആ വാക്ക് തന്നെ നിന്റെ ജീവിതത്തിലെ പരാജയമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ മാത്രമല്ല ആലയം, ആമേൻ സന്തോഷം വന്നാലും, ആമേൻ ദുഃഖം വന്നാലും, ആമേൻ കുടുംബ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നന്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മുള്ളായാലും മുറുകെ പിടിക്കുവാൻ നീ തയ്യാറാണോ? ആമേൻ. ഹല്ലേലൂയ. സ്വർഗം മാനിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി കാലം കൊണ്ട് അധ്വാനിക്കുന്നു,
ഒത്തിരി കാലം കൊണ്ട് ഒരു വീട് വയ്ക്കുവാൻ വേണ്ടി ചേർത്ത് പിടിക്കുന്നു. ആമേൻ. വല്ലതും കഴിയുന്നുണ്ടോ? വല്ലതും കഴിയുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചേർത്ത് പിടിക്കുന്നത് ഒന്നുകിൽ ഭാര്യയ്ക്ക് രോഗം, അല്ലെങ്കിൽ ഭർത്താവിന് രോഗം, അല്ലെങ്കിൽ മക്കൾക്ക് ഫീസ് അടച്ചില്ല. ആമേൻ. പിന്നെ ആ ചേർത്ത് വെക്കുന്നത് മുഴുവന് ആമേൻ ചെതറിപ്പോകുന്ന അനുഭവം. ആമേൻ. കർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയിട്ട് ഉയരത്തിൽ ചോദിക്കുക, കർത്താവേ, നിനക്കുള്ളത് ഞാൻ ഉയരത്തിൽ തന്നു. അവൻ എനിക്കുള്ളത് അവൻ നീ ഉയരത്തിൽ നിന്ന് തരണമേ എന്ന് നീ യാചിക്കുമെങ്കിൽ അവൻ നീ വെട്ടാത്ത കിണറിൽ നിന്ന് സ്വർഗം തന്നെ കുടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ അവൻ മരുഭൂമിയിലും വറ്റിപ്പോകാത്തൊരു നീരുറവായി നനവുള്ളൊരു തോട്ടം പോലെ നിന്റെ കുടുംബത്തെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് അവൻ ഇന്നത്തെ കാലത്ത് ആർക്കും അവൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നവർ ആമേൻ ചെവി കൊടുക്കത്ത പോലുമില്ല. ആമേൻ. പണ്ടുള്ള ആമേൻ അച്ചായന്മാരുടെയും ആമേൻ അച്ചായത്തിമാരുടെയും ആമേൻ നമ്മുടെ പ്രദേശത്തുള്ളവരെയും നമ്മുടെ കൺമുൻപിൽ കാണുന്നവരുടെയും തലമുറകൾക്ക് ആമേൻ വിദേശ രാജ്യങ്ങളിലും തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരെ. എന്തുകൊണ്ടാ കാരണം? ആമേൻ. ഹല്ലേലൂയ. ഒരു നാഴി അരി എടുക്കുമെങ്കിൽ അതിൽ നിന്നൊരു പങ്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പച്ചക്കറി എടുക്കുമെങ്കിൽ അതിലൊരു പങ്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി. ആമേൻ. ദൈവം ആമേൻ ഇന്ന് പോട്ടെ, ആമേൻ ദൈവം കൊടുക്കുന്ന ആമേൻ ആഹാരത്തിന് മുമ്പിൽ ഒരു സ്തോത്രം പോലും പറയാതെയാ വാരി വിഴുങ്ങുന്നേ. ആമേൻ. നീ സ്തോത്രമെങ്കിലും കൊടുക്ക. നിനക്ക് കൊടുക്കാനില്ലേ? ആമേൻ. നീ ഒരു സ്തോത്രമെങ്കിലും നീ എനിക്കിത് തന്നതിനായി സ്തോത്രം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. കൊടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കൂ. ആമേൻ. കൊടുക്കുന്നവരെ കർത്താവ് വർദ്ധിപ്പിക്കൂ. ആമേൻ. ആ കൊയ്ത് കൂട്ടുന്നവനെ കണ്ട് നീ വിധിക്കാൻ നിന്നാൽ കുപ്പക്കുന്നാകുന്നത് പോലെ അല്ലാതെ ആമേൻ ഉയർച്ച പ്രാപിപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാ പറയുന്നേ. ആമേൻ. ഈ പുസ്തകം അരച്ചു കലക്കി കുടിച്ചവൻ അറിയാം, കൊടുക്കുന്നവരെ അവൻ ഒരു സ്ഥാനത്തും ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുവാൻ അവൻ അനുവദിക്കത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് ദശാംശത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആമേൻ. ഹല്ലേലൂയ. ചില ട്രോളന്മാരുണ്ട്. അവൻ ഈയിടെയായിട്ട് വരുന്ന കുറെ ട്രോളുകൾ ഈ പ്രസംഗിക്കുന്ന ഭാഗങ്ങളെ കട്ട് ചെയ്തിട്ട് തെണ്ടാൻ നടക്കുന്നവരെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഈയിടെ ഞാനൊരു ആമേൻ മെസ്സേജ് കേട്ടു. ആമേൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ആമേൻ ഇങ്ങനെ മെസ്സേജിലൂടെ പറയുന്നത് ഞാൻ കേട്ടു. താൻ ആമേൻ ചിലരുടെ കൂടെ വാഹനയാത്ര ചെയ്യുമ്പോൾ ഒരു പാസ്റ്റർ വൈഫ് ആമേൻ കാറിനകത്തുണ്ട്. ആമേൻ. മറ്റു ദൈവദാസന്മാർ ആമേൻ കാറിനകത്തുണ്ട്. അവർ മീറ്റിംഗിന് വേണ്ടി യാത്ര ചെയ്യുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. റോഡരികത്ത് ഒരു അഭിഷക്ത ദാസൻ ആമേൻ നോട്ടീസുമായി ആമേൻ നടക്കുന്നു. ആമേൻ. ആമേൻ. ആ കൊടുക്കുന്ന നോട്ടീസ് കൊടുക്കുന്ന ആമേൻ ഭക്തനെ കണ്ട് കാറിനകത്തിരുന്ന സഹോദരി പറഞ്ഞു, കണ്ടോ തെണ്ടി നടക്കുന്നത് കണ്ടോ? ആ പാസ് പറഞ്ഞൊരു മറുപടി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പാസ് പറഞ്ഞു, നമ്മൾ കാറിൽ തെണ്ടുന്നു, അദ്ദേഹം റോട്ടിൽ നടന്നു തെണ്ടുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിദേശത്ത് പോയി തെണ്ടുന്നു, ആ ഭക്തൻ നാട്ടിൽ വീട് തോറും നടന്നു തെണ്ടുന്നു. നീയും തെണ്ടി, ഞാനും തെണ്ടി. ആമേൻ. ഹല്ലേലൂയ. ഈ സുവിശേഷം പറയുന്നവരൊക്കെയും അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തെണ്ടുന്നതും കൊടുക്കുന്നതും ആമേൻ ചുമ്മാതല്ല. ഇതിനകത്തുള്ള വചനത്തിന്റെ വിത്തുകളാ. ആമേൻ. നീ വായിക്കുന്നില്ലെങ്കിലോ ഇത് വാരി വരുന്നത് ഭക്തന്മാരാ. ആമേൻ. നിന്റെ ആമേൻ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. അത് ഏറിയ നാൾ കഴിഞ്ഞാലോ അത് അതിന്റെ നിവർത്തി ചെയ്ത് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊടുത്താൽ കിട്ടും, കർത്താവ് വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കൊടുത്തത് കൊണ്ടാ പറയുന്നത്. ആമേൻ. ഞങ്ങൾ കൊടുത്തത് കൊണ്ടാ പറയുന്നത്. ചില സമയം ആമേൻ ഞെരുക്കം വരുമ്പോൾ ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറയും, നമ്മൾ കൊടുത്തതിൽ എവിടെയോ പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. സത്യമാ പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി പറയും, നമ്മൾ കൊടുത്തതിൽ എവിടെയോ കുറഞ്ഞു പോയി. ആമേൻ. ഹല്ലേലൂയ. അതിനെ ക്ലിയർ ചെയ്ത് പലിശ സഹിതം ഉയരത്തിലേക്ക് കൊടുക്കുമ്പോഴാ പിന്നെ ഒരു വർധനവ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കൊടുക്കുന്നു എന്ന് പറയുന്നു. ആമേൻ. പാത്രം അറിഞ്ഞ് ഭിക്ഷ ഇടാവുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കൊടുക്കുന്നത് ശരിയായിട്ടുള്ള റൂട്ടാണോ എന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കൊടുപ്പീൻ എന്നാൽ അമർത്തി കുലുക്കി വലിയൊരു
അളവ് നിങ്ങളുടെ ഭണ്ഡാരങ്ങളിൽ അവൻ നൽകും. ആമേൻ. ഇതെന്റെ വിഷയമല്ല, പക്ഷേ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ വായിച്ചത് ആമേൻ ഹല്ലേലൂയ, യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ പടകിന് നേരെ ഇതാ ആമേൻ ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആഞ്ഞടിച്ചു. ആമേൻ. കർത്താവ് ദൈവവചന പ്രഘോഷണം കഴിഞ്ഞ് ഈ കടൽ യാത്രയിൽ ആമേൻ അമരത്ത് തലയണ വെച്ച് ആമേൻ ചെറുതായി ഒന്ന് മയങ്ങുമായിരുന്നു. കർത്താവിന് അറിയാം, യവന്മാരെ ആമേൻ വിശ്വാസം പരീക്ഷിക്കണമെങ്കിൽ ചില കാറ്റും കോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആഞ്ഞടിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ ഈ പരീക്ഷ കഴിഞ്ഞാൽ ആമേൻ ഈ പ്രതികൂലം കഴിഞ്ഞാൽ ആമേൻ കൊള്ള കണ്ടെത്തേണ്ടതുണ്ട്, ശക്തിയായി കർത്താവിനെ ഉപയോഗിക്കേണ്ടതുണ്ട്. ആമേൻ. അതുകൊണ്ട് ആമേൻ ചെറിയൊരു പരീക്ഷണം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ആമേൻ. വലിയ ചുഴലിക്കാറ്റും ആമേൻ 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 പടക് മുങ്ങുമാറ പ്രശ്നം ഇവരുടെ ജീവിതത്തിലൊക്കെ താഞ്ഞടിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ശിഷ്യന്മാർ ആളുകളെ വിളിക്കുവാൻ തുടങ്ങി. ആമേൻ. ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ആമേൻ 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 അവരുടെ കോലാഹല വിളി കേട്ടുകൊണ്ട് ആമേൻ ആമേൻ ഉറങ്ങിക്കിടന്ന കർത്താവ് ആമേൻ എഴുന്നേൽക്കുവാനിടയായി. കാരണം ഇന്നലെ വരെ അവർ കണ്ടിട്ടില്ലാത്ത വലിയൊരു ദൈവമഹത്വം, ആമേൻ, ഇന്നലെ വരെ അവർ കണ്ടിട്ടില്ലാത്തൊരു വലിയ ദൈവമഹത്വം കാണുവാനാ അവർ കടന്നു പോകുന്നത്. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ 5-ാമത്തെ അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ ആമേൻ നമുക്കവിടെ കാണുവാൻ കഴിയും. ഗന്നസരേത്ത് ആമേൻ കഴിഞ്ഞവർ ചെല്ലുമ്പോൾ ആമേൻ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ തന്നെത്താൻ ചങ്ങല ഉരുമി പൊട്ടിച്ച് അവന്റെ വാസം കല്ലറയില്ല. അങ്ങനെ ഒരു ദുർഭൂത ശാസിക്കാനാ അവർ കടന്നു പോകുന്നത്. അതിന്റെ പിന്നോടിയായി വിശ്വാസത്തിന്റെ ഒരു വലിയ പരിശോധന. ആമേൻ. കൂടെയുള്ള ശിഷ്യന്മാരെ ഒന്ന് ആമേൻ ബലപ്പെടുത്തുവാൻ ചൂടബബ ശംധന അടകശിയ എത്ര പേർക്ക് ദൂത് പിടികട്ടെ എന്ന് എനിക്കറിയത്തില്ല. ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും കടന്നു വരുന്നത് നീ ഒന്ന് ബലപ്പെടാൻ വേണ്ടിയാ, നീ ആത്മാവിൽ ഒന്ന് ബലപ്പെടാൻ വേണ്ടിയാ. ചൂടബബ ശംധന ഹടകശിയാംധന വൈഡ പ്രൗഢമന അടകശിയാംധനെ വൈഡ പ്രൗഢമന ഹദനകടകശിയ. ഹല്ലേലൂയ. ഭൂതത്തെ ഒഴിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന പോക്ക. അപ്പൊ ശിഷ്യന്മാരെ ഒന്ന് ബലപ്പെടുത്തണ്ടേ? കാരണം എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയൊരു ചുഴലിക്കാറ്റും ആമേൻ തെര തള്ളിക്കയിലും കണ്ടപ്പോൾ ശിഷ്യന്മാർ വിളിക്കുവാൻ തുടങ്ങി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അവന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ആമേൻ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ആ ഒരേ ഒരു വാക്കുകൊണ്ട് ആ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുവാനിടയായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിനെ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത് നിന്റെ വിശ്വാസം ഉറപ്പിക്കാനാ. ആമേൻ. ഒരു പ്രതികൂലം വരുന്നുണ്ടെങ്കിൽ, ഒരു പരീക്ഷ നിനക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അവൻ നൽകുമെന്നുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിനകത്ത് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെര വരട്ടെ, ചുഴലിക്കാറ്റ് വരട്ടെ, പെരുങ്കാറ്റ് വരട്ടെ, യുദ്ധം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, നിന്റെ ഉള്ളിനകത്തൊരു വിശ്വാസം വേണം. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ കാറ്റിനെ ശാന്തമാക്കുവാൻ ആമേൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ദൈവം എന്റെ കുടുംബത്തോടൊപ്പമുണ്ട്, എന്റെ കുടുംബ ജീവിതത്തിന് ചുറ്റുമുണ്ട്, എന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് ചുറ്റുമുണ്ട്, എന്റെ തൊഴിലിന് ചുറ്റുമുണ്ട്, എന്റെ ആരോഗ്യത്തിന് ചുറ്റുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുവാൻ തയ്യാറാണോ? നാളുകൾ കൊണ്ട് ചോദിക്കുന്ന നിന്റെ ചില ചോദ്യമുണ്ട്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ചില കാറ്റുകൾ ശാന്തമാകുവാൻ പോകുന്നു. ആമ ചില തൊഴിൽ മേഖലയിലെ കാറ്റുകൾ, ചില രോഗത്തിന്റെ കാറ്റുകൾ, ആമ ചില ഭാവികളുടെ മേലുള്ള ചില കാറ്റുകൾ പൊളിച്ചു കളയുവാൻ, തകർത്തു കളയുവാൻ, നിന്റെ വിശ്വാസത്തെ ആമേൻ ആമേൻ ചോർത്തിക്കളയുവാനുള്ള ചില അവിശ്വാസത്തിന്റെ കാറ്റുകൾ ഇന്ന് പകൽ സ്വർഗം ശാന്തത വരുത്തുവാൻ പോകുക. കണ്ണുകളടച്ചോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് കേൾപ്പിച്ച വചനം, അങ്ങ് കേൾപ്പിച്ച ആലോചന, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ആമേൻ, ആമേൻ. ഭയപ്പാടോടെ പ്രശ്നങ്ങളെ കണ്ട്, പ്രതിസന്ധിയിൽ കണ്ട് വേദനയോടെ ആയിരിക്കുന്നവരുടെ സ്വർഗമേ, ഇവരുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം നൽകി, ഇവരുടെ ഭയത്തെ മാറ്റി, ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് ഏറ്റവും അനുഗ്രഹമായത് ദൈവം നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.